വിമാനാപകടത്തിൽ വിറങ്ങലിച്ച് അഹമ്മദാബാദിലെ മേഘാനി നഗർ. 30 സെക്കൻഡിൽ വിമാനം ഒരു തീഗോളമായി മാറിയെന്ന് പ്രദേശവാസികൾ 24-നോട് പറഞ്ഞു. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പലരും. വിമാനാപകടം നടന്ന PG ഹോസ്റ്റലിലെ 100 മീറ്റർ ഇപ്പുറത്ത് ജനവാസ മേഖലയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്നിവിടം. അവിടുത്തെ ഒരു വീടിന് മുകളിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഭയാനകം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കുമില്ല ഈ അപകടത്തെ വിശേഷിപ്പിക്കാൻ. ഓരോ മണിക്കൂറും മേഘാനി നഗറിന് മുകളിലൂടെ വിമാനങ്ങൾ പറന്നുയരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ പോലും അവർ ഇങ്ങനെയൊരു വിമാന ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന മനുഷ്യർ അപകടത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെ. पेड़ उड़ने के बाद तुरंत ही वो नीचे की साइड में आया और ठीक मेरे ब्लॉक के ऊपर से ही जाता हुआ सीधा ये पहले इस पेड़ से टकराया, दिस वन, ये पेड़ से टकराया. फिर उसके बाद ये पानी की टांकी हुआ करती थी, इससे टकराया. यहाँ पे ये पेड़ है, इससे टकराया. फिर नीम का पेड़ और सामने वो वाला पेड़, उस सबसे टकराते हुए सीधा का सीधा बिल्डिंग के अंदर लैंड किया और जिसके कारण उसका आगे वाला भाग टूट गया. टूटते ही वो आगे की साइड चला गया, ग्राउंड पे चला गया. സമീപത്തെ ചില വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ആശങ്കയുടെ നാളുകളാണ് ഇനി അവർക്ക്. അപകടത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നത് പോലെ ആഘാതം പേറുന്ന മനുഷ്യർക്കും സഹായങ്ങൾ ലഭ്യമാക്കണം. വിമാനാപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ പ്രദേശവാസികൾ മുക്തരായിട്ടില്ല. എപ്പോൾ മുക്തരാകുമെന്ന് പറയാനുമാകില്ല. കാരണം അത്രമേൽ പ്രതിസന്ധിയാണ് ഈ വിമാനാപകടം ഈ പ്രദേശത്താകെ വിതച്ചിരിക്കുന്നത്. ആ ഹോസ്റ്റലിൽ മാത്രമല്ല, സമീപ പ്രദേശത്തെ വീടുകൾക്കും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. VS രാഹുലിനൊപ്പം അഹമ്മദാബാദിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.